അസ്സലാമു അലൈക്കും. അങ്ങനെ രണ്ടാമത്തെ ദിവസമായില്ലേ റമദാൻ മാസത്തിലെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, റമദാൻ ഇസ്ലാമിക് കലണ്ടറിലെ എത്രാമത്തെ മാസമാണെന്ന് നിങ്ങൾക്കറിയോ? 9ാമത്തെ മാസം. നിങ്ങൾക്കിതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങളത് കൊച്ചൻ മിടുക്കന്മാരും മിടുക്കികളല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ സൂറ അൽ ഫാത്തിഹനെ സ്പെഷ്യലാക്കുന്ന ഒരു കാര്യം കൂടി പഠിക്കുമെന്ന്. അതെന്താണെന്നറിയോ? നമ്മളുണ്ടല്ലോ സൂറ അൽ ഫാത്തിഹയിലെ ഓരോ ആയത്തും ചൊല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറുപടി തരും. എത്ര സ്പെഷ്യലാണല്ലോ അത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ ആയത്തും ചൊല്ലുമ്പോൾ അള്ളാഹ് നമുക്ക് മറുപടി തരും. അതെങ്ങനെയാണെന്നല്ലേ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടൊരു ഹദീസിൽ. ആദ്യം നമുക്ക് ആ ഹദീസ് ഒന്ന് വായിച്ചു നോക്കാം. നമസ്കാരം എനിക്കും എൻ്റെ അടിയാനുമിടയിൽ 2 പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണെന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഹോ, അതെന്തൊരു കടുകട്ടി മലയാളം അല്ലേ. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം ഇസ്തിആദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷന് വേണ്ടി ചോദിക്കുകയാണ് പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന്. ശൈത്താൻ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കൂലേ. ഖുർആൻ തുറക്കുമ്പോൾ തന്നെ ചിലർക്ക് ഉറക്കം വരും. അതിന് മുമ്പ് എന്താ നമ്മൾ ഈ ദുആ ചെയ്താൽ മതി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം. അപ്പോൾ ശൈത്താനൊക്കെ ഓടിപ്പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് ബസ്മല. ബസ്മല എന്താണെന്നറിയില്ലേ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നമ്മൾ എന്ത് നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അള്ളാഹിനെ ഓർത്തുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അള്ളാഹിൻ്റെ പേരിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ബ്ലെസ് ചെയ്യും. ഇനി ആദ്യത്തെ ആയത്ത് നമ്മൾ ഓതൂലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ത് പറയുന്നറിയോ നമ്മളോട്? എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചു എന്ന്. ആ ആയത്തിൻ്റെ അർത്ഥം എന്താ? സ്തുതി സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യണതാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മൾ അള്ളാഹിനെ പ്രേസ് ചെയ്തു. നമ്മൾ പഠിച്ചില്ലായിരുന്നു ഫാത്തിഹേൻ്റെ ഒരു പേര് അൽഹംദ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ആയത്ത് ഓതി കഴിയുമ്പോൾ എന്താ പറയണത്? എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചു എന്ന്. ഇനി രണ്ടാമത്, അവൻ അർ റഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എൻ്റെ അടിയാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞു എന്ന്. അർ റഹ്മാനി റഹീം, പരമകാരുണികനും കരുണാനിധിയും. അള്ളാഹിൻ്റെ 2 പേരുകൾ. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് അള്ളാഹിൻ്റെ ബാക്കി പേരുകളും കൂടി പഠിക്കണ്ടേ. ഞാൻ എങ്ങാനും മറന്നുപോയാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. അടുത്ത ആയത്ത് എന്താ? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. എന്ന് വെച്ചാൽ എന്താ? അവസാനത്തെ ദിവസമല്ലേ യൗമുൽ ഖിയാമ. ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. അന്നത്തെ ദിവസവും ആരാ ഭരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നത്തെയും പോലെ, എപ്പോഴത്തെയും പോലെ. ആ ആയത്ത് പറയുമ്പോൾ അള്ളാഹു നമ്മളോട് പറയും എൻ്റെ അടിയാൻ എന്നെ മഹത്വപ്പെടുത്തിയെന്ന്. നമ്മൾ അള്ളാഹിനെ കൂടുതൽ പ്രേസ് ചെയ്തു. അള്ളാഹ് എത്ര ഗ്രേറ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ നമ്മൾ ചൊല്ലുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നമ്മൾ ആരെയാണ് വേർഷിപ്പ് ചെയ്യുന്നത്? അള്ളാഹിനെ മാത്രം. നമ്മളൊരു ഹെൽപ്പ് വേണമെങ്കിൽ ആരോട് ആദ്യം ചോദിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലേ. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ നമുക്ക് ഹെൽപ്പ് കിട്ടുള്ളൂ. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. നമ്മൾ ഈ ആയത്ത് ഓതി കഴിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയണതെന്നറിയോ? ഇതെനിക്കും എൻ്റെ അടിയാനും ഇടയിലുള്ള കാര്യമാണ്. എൻ്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രോമിസ് ചെയ്യുക, നമ്മൾ ചോദിക്കുന്നത് എന്താണോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇനി അവസാനത്തെ ആയത്തിൽ നമ്മൾ എന്താ അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കണേന്ന് നോക്കാം കേട്ടോ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അതായത്
ഓ അല്ലാ, നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാൻ്റെ അടുത്ത്, എന്നെ കറക്റ്റ് പാതയിലൂടെ നടത്തണേ അല്ലാന്ന്, ശരിയായിട്ടുള്ള ഡിറക്ഷനിൽ നടത്തണേ അല്ലാന്ന്, എന്നെ ഒരു നല്ല മുസ്ലിം ആക്കണേ എന്ന്. എന്നിട്ട് തെറ്റ് ചെയ്തവരെയോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ അല്ലാന്ന്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ അല്ലാൻ്റെ അടുത്ത് ചോദിച്ചത്, ഫോർ ഗൈഡൻസ്, എന്നിട്ട് നമ്മളെ സ്ട്രെയിറ്റ് പാത്തിലൂടെ നടത്തണേന്ന്, അതുപോലെ തെറ്റായ മാർഗത്തിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കണേ എന്ന്. അള്ളാ എന്താ നമുക്ക് പ്രോമിസ് ചെയ്തത്? ഇത് എൻ്റെ അടിയാനുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി സൂറ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങളിത് ഓർക്കണം. ഓരോ ആയത്ത് ചൊല്ലുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഓഹ്, എത്ര സ്പെഷ്യലാണെന്ന് എനിക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല. ഇനി ഇത്രേ ഉള്ളോ സൂറ അൽ ഫാത്തിഹനെ കുറിച്ച് പഠിക്കാൻ? അല്ലല്ലല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നിങ്ങൾ വലുതാവുന്നതനുസരിച്ച് ഇനിയും പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കടൽ പോലെയാണ്. ഓരോ തവണയും മുങ്ങിപ്പോയി വരുമ്പോണ്ടല്ലോ നമുക്കൊരു പുതിയ പേള് കിട്ടും, ഒരു പുതിയ മുത്ത് കിട്ടും. അപ്പം അതുപോലെ നമ്മൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടേയിരിക്കണം ഇൻഷാ അല്ലാ. പഠിക്കുന്ന ഓരോ സമയത്തിനുണ്ടല്ലോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നിന്ന് റിവാർഡ്സും കിട്ടും. അപ്പോൾ ഇന്നലത്തെ ആ ചോദ്യം ഓർമ്മയുണ്ടോ? എന്താ നൊറീസ കുട്ടി ചോദിച്ചത്? എന്തിനാ ഈ റംസാൻ മാസത്തിൽ നമ്മൾ മുസ്ലിംസ് നോമ്പെടുക്കണേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയായിരുന്നോ? അതിൻ്റെ ആൻസർ വളരെ ഈസിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് കൽപ്പിച്ചാലും നമ്മളതനുസരിക്കും. സിമ്പിൾ. അല്ലാഹു സുബ്ഹാനഹു തആലയും അള്ളാൻ്റെ മെസ്സഞ്ചർ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എന്ത് കാര്യവും നമ്മൾ അനുസരിക്കും. അവർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. സിമ്പിൾ. ഇൻഷാ അല്ലാഹ്. അപ്പം നാളെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.